ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിരിക്കുന്നത്. ഇന്ന് കുറച്ച് സന്തോഷമുണ്ട്. എന്താണെന്നറിയോ, ഇന്നലെ നമ്മളെ ജാസ്മിനെയും ജിൻഡോനെയാണ് ജയിലിൽ വിട്ടത്. ജാസ്മിൻ അതിന് യോഗ്യതയുണ്ട്. കാരണം ജാസ്മിന് കിച്ചൺ ഡ്യൂട്ടി ഒന്നും ചെയ്യാണ്ട് അവിടെ കുത്തിയിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ജാസ്മിനെ നോമിനേഷൻ ചെയ്തതിൽ കറുത്തുണ്ട്. ശരിക്കും ജാസ്മിനും ഗബ്രിയോ വെറുതെ ഇരിക്കുന്ന വേറെ ആരെങ്കിലുമൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതല്ല അവർ ചെയ്തത്. ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് നമ്മുടെ ജിൻഡോനെയും കൂടെ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. ജയിലിലെ സംഭവവികാസങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. ജയിലിൽ പോയിട്ട് ജിൻഡോനെ ജാസ്മിൻ തല്ലുന്നുണ്ട്. ജാസ്മിനോട് ജിൻഡോയോട് മേലെ കയറി കിടക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ജിൻഡോ കറക്റ്റ് ബുദ്ധിപൂർവ്വമായിട്ട് തന്നെ അവിടെ പ്രവർത്തിച്ചു. കാരണം മനുഷ്യന്മാരല്ലേ, ഉറക്കത്തിൽ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറുണ്ട്. ചിലവരിങ്ങനെ കൈയും കാലൊക്കെ മേത്തെടുത്തിടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ തീർച്ചയായും ജിൻഡോ മുകളിൽ കിടന്ന് ജാസ്മിൻ താഴെ ഇറങ്ങി കിടന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യുക, ആ ഉറക്കത്തിൽ ജിൻഡോയുടെ കാലം ഞാൻ ജാസ്മിനെ മേത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ അസാൾട്ടിൻ്റെ പേര് പുറത്താക്കാമല്ലോ. ആ ഒരു ഐഡിയ ഒക്കെ ഉണ്ട് അവർക്ക്. മേ ബി ചിലപ്പം ഗബ്രി ആയിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയായിട്ട് അത് കുറേ പ്രശ്നങ്ങൾ. ജാസ്മിൻ വല്ലാണ്ട് ഷൗട്ടാവുന്നൊരു എന്തൊക്കെ അരോചകമായിട്ടുള്ള ശബ്ദമാണ്. ഒരു പെൺപിള്ളേർ എല്ലാം ഉണ്ടാവും, എല്ലാവർക്കും ദേഷ്യമൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു പെൺപിള്ളേരെന്ന് പറയുമ്പോൾ ഒരു ദേഷ്യം വരുമ്പോൾ എന്നാ വാക്കവായിന്ന് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നോക്കുമ്പോൾ എന്താ പറയുക, അതൊക്കെ ചില ഇപ്പോൾ ഉള്ള പെൺപിള്ളേർ അങ്ങനെയൊന്നും ആവരുത്. ഇതിനൊരു ഗുണപാഠം അങ്ങനെ. നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്തും വിളിച്ച് പറയുന്ന ക്യാരക്ടർ നമ്മൾ തീർച്ചയായും മാറ്റിയെടുക്കണം. അത്രയും ആ ബ്യൂട്ടി ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ ജാസ്മിൻ ഉണ്ടായിരുന്ന ഫാൻസ് എന്ന് പറയുമ്പം അത്രയ്ക്കായിരുന്നു. കാരണം ഞാനൊക്കെ ജാസ്മിൻ നല്ല ഫേവറേറ്റ് ആയിരുന്നു. കാരണം നല്ല രസമുണ്ടായിരുന്നു ബ്യൂട്ടി ബ്ലോഗൊക്കെ കാണാൻ. നല്ല ഓൾറെഡി നല്ല സുന്ദരിയാണ്. ഇത് ബ്ലോഗ് കാണാൻ തന്നെ പ്രത്യേക ഒരു രസമായിരുന്നു. ഒത്തിരി ഫോളോവേഴ്സ്, ഒത്തിരി ആരാധകരുള്ളത്. പക്ഷേ റിയൽ ക്യാരക്ടർ ഇതാന്ന് പറയുമ്പോൾ ഒത്തിരി പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് ജാസ്മിൻ്റെ യൂട്യൂബിൽ നിന്ന് പോയിട്ടുള്ളത്. ജാസ്മിൻ്റെ നെഗറ്റീവ് ജാസ്മിനോട് അറിയുന്നുണ്ടോയെന്ന് അറിയില്ല. പുറത്ത് വന്നാൽ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് ജാസ്മിന് അത് ഫേസ് ചെയ്യാൻ വന്നത് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. അതൊക്കെ പോട്ടെ, ഞാൻ സന്തോഷമുള്ളൊരു കാര്യം പറയാമല്ലോ. ഇന്നലെ മിനിങ്ങാമത്തെ ടാസ്കിന് സ്റ്റിക്കർ ഒട്ടിക്കുന്ന ടാസ്കിൽ ജിൻഡോനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ജിൻഡോ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു, ഗബ്രീനെ കഴുത്തിന് മുറുകെ പിടിച്ചു, ജാസ്മിനെ മുടി പിടിച്ച് വലിച്ചു എന്നുള്ള പരാമർശങ്ങളൊക്കെ ആക്കിയിട്ട് എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ സത്യാവസ്ഥ പുറത്തു വിട്ടു. യൂട്യൂബേഴ്സ് ഈ റിവ്യൂ ചെയ്യുന്ന ഒരാൾക്ക് പോലും അത് മനസ്സിലായോ? ഒരിക്കലുമില്ല, ഒരാൾക്ക് പോലും അത് മനസ്സിലായില്ല. പക്ഷേ സത്യം ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴേലും ജയിക്കുക തന്നെ ചെയ്യും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ നമ്മളെല്ലാവരും ജിൻഡോയ്ക്ക് ഇഷ്ടമുള്ള എല്ലാവരും ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്ത് പോകണം. കാരണം അവർ നമുക്ക് വലിയൊരു ക്ലാരിറ്റി തന്നേക്കുന്നത്. ബിക്കോസ് ആ ഒരു ഫിസിക്കൽ അസാൾട്ടിൽ ജിൻഡോ ചെയ്തിട്ടില്ല. അത് ശരിക്കും ക്രിമിനലായിട്ട്, അതായത് ഗബ്രിയോട് ആ ഒരു ലവ് ട്രാക്കിൻ്റെ ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ലൊരു ആക്ടറല്ലേ, ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു അത്രയും നിറത്തിൻ്റെ പേരിൽ പോലും ജിൻഡോനെ കളിയാക്കുന്ന ഗബ്രി മനസ്സെന്ന് പറയുമ്പം എന്താ പറയുക, കരിക്കട്ട എവിടെ കറുപ്പാണ്. കരിക്കട്ട പോലും എന്താ പറയുക നമുക്ക് ഉപയോഗമുണ്ട്. പക്ഷേ ഇത്രയും ദുഷിച്ച മനസ്സുള്ള ഒരാൾ ബിഗ് ബോസിൽ ഉണ്ടായിട്ടേ ഇല്ല. സീസൺ 6 വരെയുള്ള ഓരോ കണ്ടസ്റ്റൻസിലും ഇതേ ഒരു ഇത്രയും വികൃതമായ ക്രിമിനൽ ദുഷിച്ച മനസ്സുള്ള ഒരു കണ്ടസ്റ്റൻസ് ഉണ്ടായിട്ടേ ഇല്ല. ഇനി ഉണ്ടാവത്തുമില്ല. അത്രയ്ക്ക് വികൃതമാണ്. കാരണം ആ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഗബ്രി വന്ന് നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് ശരണ്യയുടെ മുടി പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണോ എന്താ പറയുക, പവർ റൂം എന്നിട്ട് വലുത് പറയുന്നുണ്ട്. പവർ റൂമിൻ്റെ പവർ എന്താ നമുക്ക് കാണിച്ചു കൊടുക്കുക അവർക്ക്. ഇതാണ് പവർ, ഇതാണ് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആയിട്ട് പവർ ടീം സംസാരിക്കുന്നത്. വെറും വാഴകളാണ് എല്ലാ പ്രാവശ്യം. ശരണ്യയോടൊക്കെ പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം പവർ ടീം നല്ലതായിരുന്നു. പക്ഷേ സിബിൻ്റെ കൂടെ ചേർന്ന സമയത്ത് ഇപ്പോൾ ഋഷി ആയാലും വെറും കാരണം അവരുടെ എനിക്ക് തോന്നുന്നു ഋഷിക്കൊക്കെ തോന്നിയെന്ന് തോന്നുന്നു ഗബ്രിക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടെന്ന് തോന്നിയോ, അല്ല അധികാരം കൈ കിട്ടിയതിൻ്റെ അഹങ്കാരമാണോ ഒന്നും അറിയില്ല. ഓവറായിരുന്നു. കാരണം ആ സമയത്ത് എല്ലാവർക്കും തോന്നാം ജിൻഡോ ചെയ്യുന്നു. പക്ഷേ ആ സമയത്ത് ഗബ്രി അതുപോലെ തിരിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ശരണ്യയുടെ മുടി പിടിച്ച് വരച്ച വിഷയത്തിൽ തീർച്ചയായും ഗബ്രിയാണ് ക്രിമിനലായിട്ട്. ഗബ്രി അത് ചെയ്തു, പാവം ജിൻഡോനെ കുറ്റപ്പെടുത്തി. കാരണം ഗബ്രിക്ക് അറിയാം ജിൻഡോൻ്റെ പുറത്ത് നമ്മൾ ഫിസിക്കൽ അസാൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരും ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യില്ല. ജിൻഡോനെ എല്ലാവരും ഒറ്റപ്പെടുത്തുമെന്ന് തീർച്ചയായും അറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്ത് തന്നെയായാലും ആ ഒരു സത്യാവസ്ഥ പുറത്ത് വന്നിട്ടുണ്ട്. ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. 90% എനിക്ക് തോന്നുന്നു പിന്നെ ചോദിക്കില്ല. കാരണം ലാലേട്ടൻ അങ്ങനെ സ്ക്രിപ്റ്റ് അല്ല, ലാലേട്ടനൊരു ആങ്കർ മാത്രമാണ്. അപ്പോൾ അത് കൊടുക്കുന്നത് അവരെ ചോദിക്കും, അത്രയേ ഉള്ളൂ. ആ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് പഠിച്ചിട്ട് വന്ന് ഇവിടെ ചെയ്യുന്നു. പക്ഷേ മേ ബി അത് ചോദിക്കുവാണെങ്കിൽ ആ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഒരു രജിത് കുമാർ സാറിൻ്റെ ഒരു സീസൺ ഓർക്കുന്നുണ്ടോ, പിന്നെ കാല് പിടിച്ച് വലിച്ചു എന്ന് പറഞ്ഞിട്ട് ആര്യ കാല് പിടിച്ച് വലിച്ചു. നമ്മുടെ ആരുടെ ആയിരുന്നു ആ കണ്ടസ്റ്റൻസിൻ്റെ പേര്, സിജോയാണോ, സിജോ
സുജോ അല്ലേ, സുജോയുടെ കാല് പിടിച്ച് വലിച്ചു എന്ന് സുജോ പറഞ്ഞിട്ടും ആരെയും സമ്മതിച്ചില്ല. അവസാനം ലാലേട്ട ആ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ആയിരുന്നു എല്ലാവർക്കും മനസ്സിലായി. അതുപോലൊരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ലാലേട്ടന് കുറച്ചുകൂടി എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ടാവും. വിത്ത് ബിഗ് ബോസിൻ്റെ കുറച്ചുകൂടി റേറ്റിംഗ് ഹൈ ആവും. അപ്പോൾ അത് നോക്കാം നമുക്ക്. പക്ഷേ അത് നടക്കില്ല, കാരണം ജാസ്മിനെ തന്നെയായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്ത് തന്നെയായാലും പ്രേക്ഷകർക്ക് സന്തോഷമായില്ലേ. ജാസ്മിന് ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷമായിട്ടാണ്. കാരണം സത്യാവസ്ഥ, ഇനി ബിഗ് ബോസ് അനീതി കാണിച്ചാൽ തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ജിൻഡോയ്ക്ക് നല്ല വലിയൊരു സ്ഥാനമാണ്. ഒരിക്കലും താഴെ പോകാത്തൊരു സ്ഥാനം തന്നെയാണ്. ജിൻഡോയുടെ ഹ്യൂമാനിറ്റി എപ്പോഴും ഹാറ്റ്സ് ഓഫ് ആണ്, ഒരിക്കലും മറക്കില്ല. അപ്പോൾ എല്ലാവരും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണം. നമ്മുടെ ജിൻഡോയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക. സിജോ പോയിട്ട് ജിൻഡോനെ പുറത്താക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും സിജോ അവിടെ റോക്കി വിഷയത്തിൽ ഒരു സഹതാപം തോന്നിയായിരുന്നു സിജോനോട്. കാരണം സിജോയ്ക്ക് അടി കിട്ടി, സർജറി ഒക്കെ കഴിഞ്ഞു തന്നെ. പക്ഷേ കാരണം ആ ഒരു വീഡിയോ കാണിച്ചാൽ അറിയാം ശരിക്കും സിജോ റോക്കി അത്രയ്ക്ക് പ്രൊവോക്ക് ചെയ്തിട്ടാണ് റോക്കി അടിക്കുന്നത്. റോക്കി അടിച്ചത് ന്യായം സത്യമൊന്നും പറയുന്നില്ല. പക്ഷേ അതിന് മുൻപ് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. സിജോ ഇങ്ങനെ പ്രൊവോക്ക് ആയിക്കഴിഞ്ഞാൽ അവൻ ഫിസിക്കൽ അസാൾട്ട് ചെയ്യുക, അപ്പോൾ പുറത്താക്കാമെന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് പുറത്താക്കിയത്. അപ്പോൾ അതേ ഇത് തന്നെയാണ് ഇപ്പോൾ ജിൻഡോയുടെ മേത്തും വരുന്നുണ്ട്. എന്ത് തന്നെയായാലും ജിൻഡോ മാക്സിമം നമുക്ക് സപ്പോർട്ട് ചെയ്യാം, ഫിസിക്കൽ അസാൾട്ട് ചെയ്യാതിരിക്കാം. കാരണം ഇത്രയും ചെയ്തിട്ട് അയാൾ ബാക്കിൽ ആ കൈ കെട്ടിയിട്ട് അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും നല്ലൊരു മനുഷ്യത്വമുള്ള മനുഷ്യനാണ്. ഒരിക്കലും ജിൻഡോയ്ക്ക് ഉള്ള പുറത്തുള്ള സപ്പോർട്ട് ഒരിക്കലും കുറയില്ല. ജിൻഡോയ്ക്ക് എല്ലാവരും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ ജിൻഡോ നന്നായി കളിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഒത്തിരി സന്തോഷമായി. ജിൻഡോയ്ക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്നലെ. ആ ഒരു സത്യാവസ്ഥ വീഡിയോ ഇൻസ്റ്റാഗ്രാം പേജ് പുറത്തു വിട്ടപ്പോൾ. അപ്പോൾ എല്ലാവരും അഭിപ്രായം പോരട്ടെ. താങ്ക്